ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം ഈ പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിപ്പാൻ, ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും കാലുകളുടെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ച ദൈവമേ, അവിടുത്തെ വചനത്തിൽ പുകഴുവാൻ, അങ്ങയിൽ ആശ്രയിപ്പാൻ, അങ്ങേ ഭയപ്പെടുവാൻ, അങ്ങിൽ ആശ്രയിപ്പാനെല്ലാം ഇന്ന് പകലിൽ ഞങ്ങൾക്ക് കൃപ തരുന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളോട് കൃപയുണ്ടാകണമേ. വ്യക്തിപരമായി നമുക്ക് പറയുവാൻ കഴിയണം, കർത്താവേ, ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാൻ എനിക്ക് വേണ്ടി സകലവും നിർവഹിച്ചു തന്ന ആ വലിയ നാമത്തിന് ഇന്ന് പകലിൽ പൂർണ്ണമായും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വചനത്തിൽ അങ്ങ് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ഭാരങ്ങൾ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നമ്മെ പുലർത്തുന്ന ദൈവം. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നിമിഷങ്ങളിൽ പോലും നമ്മൾ വീണുപോകുവാനോ നഷ്ടപ്പെടുവാനോ ദൈവം അനുവദിക്കാതെ ഒരു പകൽ കൂടെ കാണുവാൻ, പുതിയൊരു പ്രഭാതത്തിൽ വിശുദ്ധ സഭായോഗമായി നമുക്ക് കൂടി വരുവാൻ, സഭയായി ദൈവസന്നിധിയിൽ വന്നിരിപ്പാൻ ദൈവം നമുക്ക് തന്ന ഈ വലിയ ഭാഗ്യമേറിയ പദവിക്ക് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഇന്ന് പകലിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. വചനം പറയുന്നത് പോലെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവം, കൊള്ളയടിക്കുന്ന ദുഷ്ടന്മാരും നമ്മെ ചുറ്റി വളഞ്ഞ പ്രാണശത്രുക്കൾ പോലും പിടിക്കാതെ വണ്ണം അവിടുത്തെ ചിറകിൻ നിഴലിൽ നമ്മെ മറച്ച ദൈവം, ആ വലിയ ദൈവത്തിൻ്റെ നാമത്തെയാണിന്ന് പകലിൽ നമ്മൾ ഉയർത്തുന്നത്. ആ ദൈവത്തെ നമ്മൾ ഇന്ന് പകലിൽ പാടാനും, ആ ദൈവത്തിന് ആരാധന അർപ്പിപ്പാനും, ആ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനും നാം വന്നിരിക്കുന്നല്ലോ. ഞങ്ങളങ്ങേ ശരണമാക്കിയിരിക്കാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നമുക്ക് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ പറയുവാൻ കഴിയും, അങ്ങ് എൻ്റെ കർത്താവാണ്, നീ ഒഴികെ ഞങ്ങൾക്ക് ഒരു നന്മയുമില്ല എന്ന് പറയുവാൻ ഇന്ന് പകലിൽ എത്ര പേർ താല്പര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു? കാരണം പറയാൻ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. കാരണം ഒന്ന്, ഉയരത്തിൽ നിന്ന് കൈനീട്ടി നമ്മെ രക്ഷിച്ച ദൈവം, പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ വലിച്ചെടുത്ത ദൈവം, ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്, പകച്ചവരുടെ പകയന്മാരുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച ദൈവം, അനർത്ഥ ദിവസത്തിൽ നമ്മെ സൂക്ഷിച്ച ദൈവം. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്, യഹോവ എനിക്ക് തുണയായിരുന്നു. ആ തുണയായ ദൈവത്തിന് ഈ പകലിൽ ആരാധന അർപ്പിപ്പാൻ, ആ തുണയായ ദൈവത്തിന് ഇന്ന് പകലിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ നമുക്കൊരുങ്ങാം. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് പാടുവാൻ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, ആഴത്തിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് ഇന്ന് പകലിൽ നമുക്ക് പ്രകടിപ്പിക്കാം. ആ ദൈവത്തിൻ്റെ പൊന്നുപാദപീഠത്തിങ്കിലേക്ക് നമുക്ക് അടുത്തു വരാം. സ്വർഗം അവിടുത്തെ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. ആ പാദപീഠത്തിൽ വന്നിരിപ്പാൻ
ഈ പകലിലും കർത്താവ് കൃപ നൽകുന്നല്ലോ. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് പറയാൻ കഴിയണം, ഈ ലോകത്തിൽ ബലവാന്മാരും ബലശാലികളും എല്ലാം ഉള്ളപ്പോൾ, കഴിവുകൊണ്ട്, സാമ്പത്തികം കൊണ്ട്, മറ്റു ചുറ്റുപാടുകൾ കൊണ്ട് അനേക ബലവാന്മാർ ഉള്ളപ്പോൾ അവരുടെ എല്ലാം ബലം ക്ഷയിച്ച അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ നമ്മെ ജയത്തോടെ ബലത്തോടെ നടത്തിയൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഇന്ന് പകലിൽ പറയാൻ കഴിയണം, നമുക്ക് പറയാൻ കഴിയണം, ആ ദൈവത്തെ, അല്ലെങ്കിൽ ബലമുള്ള ദൈവത്തെ, ബലമായ യഹോവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ ശൈലമായവൻ, നമ്മുടെ കോട്ടയായവൻ, നമ്മുടെ രക്ഷകൻ, നമ്മുടെ ദൈവം, നാം ശരണമാക്കിയിരിക്കുന്ന നമ്മുടെ പാറ, നമ്മുടെ പരിച, ആ രക്ഷകനായ ദൈവത്തിന് ഇന്ന് പകൽ മുഴുവൻ മഹത്വവും അർപ്പിപ്പാൻ നമുക്കൊരുങ്ങാം. ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കാം. ദൈവത്തിന് പാടുവാനും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനും നമുക്ക് ഇന്ന് പകലിടയാകട്ടെ. പുതിയൊരു പാട്ട് പാടുവാൻ, ഭക്തന്മാരുടെ സഭയിൽ ദൈവത്തിന് സ്തുതിയും പാടുവാൻ നമുക്കിന്ന് പകലിടയാകണം. അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ നാം കടന്നു വന്നിരിക്കുന്നല്ലോ. ബലമുള്ള ആകാശവിധാനത്തിൽ ആ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വീര്യപ്രവർത്തികൾ നിമിത്തം ആ ദൈവത്തെ സ്തുതിപ്പാൻ, ആ ദൈവത്തിൻ്റെ മഹിമാധിക്യം നിമിത്തം ദൈവത്തെ സ്തുതിപ്പാൻ, കാഹളനാദത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പാൻ, തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിപ്പാൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പാൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട് ദൈവത്തെ സ്തുതിപ്പാൻ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ അവസാനമായി സങ്കീർത്തനക്കാരൻ പറയുന്നത് എങ്ങനെയാണ്? ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഒരവസരം കൂടി നമുക്ക് ദൈവം തന്നിരിക്കുമ്പോൾ നമുക്ക് അധരങ്ങളെ തുറക്കാം, ദൈവസന്നിധിയിൽ നന്ദി പറയാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവർക്കുള്ളതാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ എത്ര പേർക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? ഹൃദയശുദ്ധിയോടെ ആത്മാവിൻ്റെ എരിവോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലയെ ഉയർത്തിയ ദൈവം, കുനിഞ്ഞിരുന്നപ്പോൾ നമ്മുടെ കൂന് മാറ്റിയ ദൈവം, ഇന്ന് പകലിൽ നിവരുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടിയിരുന്നല്ലോ. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ രാജാതി രാജാവ് നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ ആ മഹത്വമേറിയ നാമത്തിന് ഇന്ന് പകലിൽ ആ നാമത്തെ ഉയർത്തുവാൻ നമുക്കൊരുങ്ങാം. അനുഗ്രഹീതമായൊരു ദിവസം. എത്രയോ വേണ്ടപ്പെട്ടവർ, എത്രയോ പ്രിയപ്പെട്ടവർ വേദനയിലും നിരാശയിലും ദുഃഖത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം കൂടെ നമുക്ക് ഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ഒരുക്കി തന്ന സാവകാശം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിപ്പാൻ ഇന്ന് പകലിൽ ഇടയാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവത്തെ പാടുവാനും ആരാധിപ്പാനും ഇടയാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഇന്ന് പകലുണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളുടെ അടുക്കലും വരും. ഭാരങ്ങളെ ചുമക്കുന്ന, വേദനകളെ അറിയുന്ന ആ നല്ല നാഥന്റെ മുമ്പിൽ സ്തോത്രഗീതം പാടുവാൻ നമുക്കിന്ന് പകലിൽ കഴിയട്ടെ. ആത്മാർത്ഥതയോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് ആരാധന അർപ്പിപ്പാൻ നമുക്കൊരുങ്ങാം. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ,
മനോഹരമായ നല്ല ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കാനുള്ള കൃപ തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും ഞങ്ങളെ പരിപാലിച്ചു, സൂക്ഷിച്ചു, നിലനിർത്തി, നല്ല ഉറക്കം തന്നു. വീണ്ടും ഒരു പ്രഭാതം കാണുവാൻ അത് വിശുദ്ധ ദിവസമായി ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് ഒരുക്കി തന്നതിനായി സ്തോത്രം. സഭായോഗമായി ഇന്ന് പകലിൽ ഞങ്ങൾ കൂടി വന്നിരിക്കുമ്പോൾ അവിടുത്തെ മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ തണലിൽ ഞങ്ങൾക്ക് ഇന്ന് പകലിൽ ഇരിപ്പാൻ, അവിടുത്തെ വിലയേറിയ ബലമേറിയ ആ തങ്കച്ചിറകടിയിൽ ഞങ്ങൾക്ക് അഭയം പ്രാപിപ്പാൻ, ശരണം പ്രാപിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾ ആഗ്രഹിച്ച മുൻപിൽ വരുമ്പോൾ ഞങ്ങളെ തന്നെ ശോധന ചെയ്ത, ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു ശുദ്ധീകരണത്തോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മഹത്വം അങ്ങേക്ക്. കൂടപ്പെട്ട ജനത്തിനായി സ്തോത്രം. കൂട്ടിവരുത്തിയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായ ആവശ്യങ്ങളുമായി കടന്നു വന്നവരുണ്ട്, ഹൃദയത്തിന്റെ ഭാരവുമായി കടന്നു വന്നവരുണ്ട്, ശാരീരികമായ പ്രയാസത്താൽ കടന്നു വന്നവരുണ്ട്, മാനസികമായി വേദനയോട് കടന്നു വന്നവരുണ്ട്. കർത്താവ് ഏവരെയും ആശ്വസിപ്പിക്കുവാൻ ശക്തനാണല്ലോ, വിടുവിപ്പാൻ ശക്തനാണല്ലോ, കരുതുവാൻ ശക്തനാണല്ലോ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് മഹത്വം പറയുവാൻ ഇന്ന് പകലിൽ ഇടയാക്കുന്നതിനായി സ്തോത്രം. ശത്രുവിന്റെ തല തകർത്ത ദൈവം, മാത്രയിൽ ജയം തന്ന ദൈവം, ശത്രു മുൻപാകെ മേശയൊരുക്കുന്ന ദൈവം, കഷ്ടം, ശാസന, നിന്ദ, പരിഹാസം, ഉള്ളം കലക്കുന്ന അനുഭവങ്ങൾ ഒന്നിലും പതറാതെ മന്നരിൽ മന്നവൻ ഞങ്ങളോട് കൂടെ എന്നും വഴി നടത്തുന്ന ദൈവത്തെ, പാറയിൽ നിന്ന് തേൻ പൊഴിക്കുന്ന ദൈവം, ഈ മരുഭൂപ്രയാണം കഴിയുന്നത് വരെ അവിടുത്തെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുന്ന ദൈവം, നാം ആശിച്ചിരിക്കുന്ന ദേശം കാണുവാൻ, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ വേഗം വരുമെന്നുള്ള പ്രത്യാശയോട് നമുക്ക് ചേർന്ന് പാടാം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകും നിശ്ചയമേ. ചേർന്ന് കരങ്ങളെ തട്ടി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ച എന്നെ കാത്തവനേ, താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ച എന്നെ കാത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചേകി നിത്യം ചേർത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചേകി അമ്മേ ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും
സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. കഷ്ടവും മഹാശാസനയോ നിന്നയുള്ള ദിനവുമിതേ. കഷ്ടവും മഹാശാസനയോ നിന്നയോമുള്ള ദിനവുമിതേ. ഉള്ളം കലക്കും കള്ള സഹോദരർ, ഉള്ളം കലക്കും കള്ള സഹോദരർ ഉള്ളുര ചെയ്യുകിൽ എന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരർ, ഉള്ളം കലക്കും കള്ള സഹോദരർ ഉള്ളുര ചെയ്യുകിൽ എന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഒന്നിലും പതറിയിടരുതേ. കണ്ണീരിൻ വഴി പോയിടിലോ. ഒന്നിലും പതറിയിടരുതേ. കണ്ണീരിൻ വഴി പോയിടിലോ. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ. എന്നും അവൻ നമ്മെ വഴി നടത്തോ. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ. എന്നും അവൻ നമ്മെ വഴി നടത്തോ. സ്തോത്രഗീതം പാടുക നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പാറയിൽ നിന്നും തേൻ പൊഴിയോ. ജീവനീരിൽ നിന്നും കുടിക്കോ. പാറയിൽ നിന്നും തേൻ പൊഴിയോ. ജീവനീരിൽ നിന്നും കുടിക്കോ. മരുഭൂപ്രയാണം കഴിയും വരെയോ. മരുഭൂപ്രയാണം കഴിയും വരെയോ. മറയ്ക്കും അവൻ നിന്നെ ചിറകടിയിൽ. മരുഭൂപ്രയാണം കഴിയും വരെയോ. മരുഭൂപ്രയാണം കഴിയും വരെയോ. മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ആശിച്ച ദേശം കാണുകയായി. ദേശമഖിലം നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി. ദേശമഖിലം നീങ്ങുകയായി. യേശു മണാളൻ ചേർന്നിടും വേഗം.
മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. താഴ്ചയിൽ എന്നെ ഓർത്തവനെ വീഴ്ച എന്നെ കാത്തവനെ. താഴ്ചയിൽ എന്നെ ഓർത്തവനെ വീഴ്ച എന്നെ കാത്തവനെ. താഴ്ചയാലല്ല വിശ്വാസത്താലേ, താഴ്ചയാലല്ല വിശ്വാസത്താലേ താഴ്ചയെ നമ്മെ താഴ്ചയാലല്ല വിശ്വാസത്താലേ, താഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയെ നമ്മെ ചേർത്തവനെ. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. ശത്രുവിൻ തല തകർത്തവനെ മാത്രയിൽ ജയം തന്നവൻ. എല്ലാവരും ചേർന്ന് ശത്രുവിൻ തല തകർത്തവനെ മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കൂ, ശത്രു മുൻപാകെ മേശയൊരുക്കൂ. മിത്രനാമേശുവിൻ സ്തുതി മനമേ ശത്രു മുൻപാകെ. ഹല്ലേലൂയ. ശത്രു മുൻപാകെ മേശയൊരുക്കൂ. മിത്രനാമേശുവിൻ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ. കരങ്ങളെ തട്ടി നമുക്ക് ദൈവസന്നിധിയിൽ പാടാവോ? ഒരിക്കൽ കൂടെ സ്തോത്രഗീതം പാടുക നീ മനമേ കഷ്ടം ജയം നൽകിയിടും നിശ്ചയമായി. കണ്ണീരിൻ വഴി പോയിടിലോ നീലോ പതറിയിടരുതേ. കണ്ണീരിൻ വഴി പോയിടിലോ. മന്നരിൽ മന്നവൻ മന്നരിൽ മന്നവൻ നമ്മോട് കൂടെ. മന്നവൻ നമ്മോടു കൂടെ, മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ. എന്നും അവൻ നമ്മെ വഴി നടത്തോ. സ്തോത്രഗീതം പാടുക നീ മനമേ. സന്തോഷത്തോടെ നമുക്ക് പാടി സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിയിടും. ഒരിക്കൽ കൂടെ ചേർന്ന സ്തോത്രഗീതം പാടുക. സ്തോത്രത്തിന്റെ സ്വരങ്ങൾ സ്വരങ്ങൾ ഇന്ന് പകരുമ്പോൾ ഇന്ന് പകൽ ഉയരുമ്പോൾ നിശ്ചയമായി ജയം നൽകുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം നിശ്ചയമായി. ആശിച്ച ദേശം കാണുകയായി ദേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി ദേശമഖിലവും നീങ്ങുകയായി. ചേർത്തിടും വേഗം
ദൈവത്തിന് പാടാം. ഇന്ന് പകലിൽ സ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ ഉയരുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങളെ തട്ടി ശക്തിയോടെ ദൈവത്തിന് ആരാധന അർപ്പിക്കാം. രാജാധിരാജാവും അഖിലാണ്ടത്തിന്റെ ഉടയവനും നമ്മുടെ മധ്യേ ഇന്ന് പകൽ എത്ര പേർക്ക് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ കഴിയും. ശത്രുവിന്റെ തല തകർത്ത ദൈവം, മാത്രയിൽ ജയം തന്ന ദൈവം, ആശിച്ച ദേശം കാണുവാൻ നമ്മെ വീണ്ടും ചേർക്കുവാൻ, ശോഭിത മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ ദൈവത്തിന്റെ വലിയ ദൃശ്യമായ സാന്നിധ്യം ഇവിടെ ചില പകലിലുള്ളപ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു രാജ്യത്തിന്റെ നേതാവ് ഈ ദേശത്ത് കടന്നു വരുമ്പോൾ ആരാധിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ അതിന്റെ പുറകെ പോകുമ്പോൾ അവരെയും നമ്മെയും ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം, ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ എളിയവരായ നമുക്ക് ആ ദൈവത്തിന് മഹത്വം ഇന്ന് പകലിൽ കൊടുക്കുവാൻ നമുക്ക് ദൈവം അവസരം തന്നതിന് ഇന്ന് പകൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സമയമാണ് ആ ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്നിരിക്കുന്ന സമയം. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പറയാം, പാടും ഞാൻ പരമേശ്വരന് സതതം. എന്റെ പാപമെല്ലാം പോക്കിയതിനാൽ പാടും ഞാൻ പരമേശ്വരന് സതതം. എത്ര പേർക്ക് ചേർന്ന് പാടുവാനും എത്ര പേർക്ക് ചേർന്ന് പറയുവാൻ കഴിയും, കർത്താവേ, എന്റെ പാപങ്ങളെ അവിടുന്ന് പോക്കിയത് കൊണ്ട്, എന്റെ ശാപങ്ങളെ അവിടുന്ന് നീക്കിയത് കൊണ്ട് ആ ദൈവത്തിന് ഞാനിന്ന് പകൽ പാടും തീരുമാനമായിരിക്കട്ടെ. നാം ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മെ അലട്ടുന്ന പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരാം. ആ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സം വരുന്ന കാര്യമില്ല. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ഈ നിമിഷം ദൈവം എനിക്ക് തന്ന ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന് പാടുവാനിടയാകട്ടെ. ചേർന്ന് കരങ്ങളെ തട്ടി പാടാം. പാടും ഞാൻ പരമേശനു സതത, എന്റെ പാപമെല്ലാം പോക്കിയത്. പാടും ഞാൻ പരമേശനു സതത, പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയത്. പാടും ഞാൻ പരമേശനു സതത. അത്രയുമല്ല ആശീർവാദം ഒക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്നു കാലമാതിങ്കൽ. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്നു കാലമാതിങ്കൽ. ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ, ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ, ആർത്തി അറിഞ്ഞവൻ തൻ്റെ വാർത്ത എനിക്കേകിയത്. പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയത്. പാടും ഞാൻ പരമേശനു സതതം, പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയത്. പാടും ഞാൻ പരമേശനു സതതം. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവർ.
പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിന്നാവിയാൽ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയത് പാടും ഞാൻ പരമേശനു സതതം. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയത് പാടും ഞാൻ പരമേശനു സതതം. ആർക്കുമേവാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാക്കാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർക്കുമേകാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാക്കാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. പാർത്ഥവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥനകൾ, പാർത്ഥവൻ തൻ ദുരിതങ്ങൾ ഓർത്തവൻ തൻ പ്രാർത്ഥനകൾ, തീർത്തവനൻ ദുരിതങ്ങൾ വാഗ്ദത്തത്തിനാവിയാലെ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. ദൂതന്മാർ അവകാശം ലഭ്യമാക്കാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി തന്നെ അനുദീനമേനിക്കാം, ദൂതഗണം കാവലായി തന്നെ അനുദീനമേനിക്കാം. നൂതനമാം ദൂതുകൾ ഊനവന്നെ നൽകിയിടുന്നു. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. അത്രയുമെല്ലാം ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി കൊണ്ടു കാത്തിരുന്ന കാലമാതിങ്കൽ. അത്രയുമെല്ലാം ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി കൊണ്ടു കാത്തിരുന്നു കാലമാതിങ്കൽ. ആർത്തിയെത്തിത്തവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ, ആർത്തിയെത്തിത്തവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ. ആർത്തി അറിഞ്ഞവൻ തന്റെ വാർത്തയേറിയതിനാൽ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. തുണ എനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ
കഴിയും. തുണയായവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മെ കരുതുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ, ശരണമായവൻ, കോട്ടയായവൻ, ശൈലമായവൻ, നമ്മെ വീണ്ടെടുക്കുന്നവൻ, നമ്മെ രക്ഷിച്ചവൻ, നമ്മെ പരിപാലിച്ചവൻ. ചേർന്ന് പാടാം. ശരണമവൻ തരും താൻ ചിറകുകളിൻ കീഴിൽ, പരിചയം പലകയുമാ പരമനി പാരിടത്തിൽ. ശരണമവൻ തരും താൻ ചിറകുകളിൻ കീഴിൽ, പരിചയം പലകയുമാ പാരിടത്തിൽ. തുണ എനിക്കേശുവേ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, ഉറവിനിയിൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവന്റെ സങ്കേതമോ അവലംബവും കോട്ടയോ, അവൻ മതിയാശ്രയിപ്പാൻ. അവന്റെ സങ്കേതമോ അവലംബവും കോട്ടയോ, അവനീരാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണ എനിക്കേശുവേ, ഉറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, ഉറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കണികളിലോ പകരുന്ന വ്യാധിയിലോ, പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴവോ. പകയന്റെ കണികളിലോ പകരുന്ന വ്യാധിയിലോ, പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴവോ. തുണ എനിക്കേശുവേ, ഉറവിനിയില്ലതാ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, ഉറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലോ, വലയമായി നിന്നെ വല്ലവൻ കാത്തിടുമേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലോ, വലയമായി നിന്നെ വല്ലവൻ കാത്തിടുമേ. തുണ എനിക്കേശുവേ, ഇല്ലതാ ഓരോ ദിവസവും നിഴലിൽ വസിപ്പാൻ നമുക്കൊരുങ്ങാം. തുണ നമുക്ക് യേശു മാത്രമാ. ഉറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ
ദൈവത്തെ ആരാധിക്കാമല്ലോ. നമ്മെ ഇത്രത്തോളം ജയോത്സവമായി നടത്തി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് ആരാധനയാ. തുണ നിന്നവൻ ഇന്ന് മകൻ നമ്മോട് കൂടെയുണ്ടല്ലോ. കരം പിടിച്ച് നടച്ച ദൈവം നമ്മോട് കൂടെയുണ്ടല്ലോ. സർവശക്തനായ ദൈവം ഇന്ന് മകൻ നമ്മുടെ കൂടെയുണ്ടല്ലോ. ആ ദൈവം നമുക്ക് തുണയായി നിന്നല്ലോ. കഴിഞ്ഞ നാളുകളിൽ നമ്മെ കരുണയോടെ കാത്തു പരിപാലിച്ച ദൈവം, നമ്മെ നിലനിർത്തിയ ദൈവം, നമ്മെ വീണ്ടെടുത്ത ദൈവം, നമ്മെ രക്ഷിച്ച ദൈവം, അദൃശ്യനായ ദൈവ സാന്നിധ്യം എത്ര പേർക്ക് ഇന്ന് പകൽ അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കാം. തുണയായവൻ, കൊണ്ടയായവൻ, ശരണമായവൻ, ശൈലമായവൻ. യേശുവേ അങ്ങേക്ക് ആരാധന, ആരാധന, ആരാധന. മഹത്വത്തിന്റെ ഉടയവരെ അങ്ങേക്ക് ആരാധന. സ്തുതികൾക്ക് യോഗ്യനായവരെ അങ്ങേക്ക് ആരാധന. പുകഴ്ചയ്ക്ക് യോഗ്യരെ അങ്ങേക്ക് ആരാധന. അഖിലാണ്ടത്തിന്റെ ഉടയവരെ അങ്ങേക്ക് ആരാധന. ഞങ്ങളുടെ ഉള്ളിൽ ഇറങ്ങി വന്നവരെ അങ്ങേക്ക് ആരാധന. ഞങ്ങളെ വിളിച്ചവരെ, ഞങ്ങളെ ക്ഷേത്രവരെ, ഞങ്ങളെ പരിപാലിച്ചവരെ, നിലനിർത്തിയവരെ, ഞങ്ങളെ വീണ്ടെടുത്തവരെ, മണവാട്ടിയാക്കിയവരെ ഞങ്ങൾ അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. ഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് പകൽ പുതുഭാഷയോടെ സംസാരിക്കാം. ദൈവത്തോട് സംസാരിക്കാം. ഇന്ന് പകലിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തോട് ആരാധിക്കാം. ദൈവസഭ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. യെരിഹോ മതിലുകൾ ഇടിയത്തക്കവണ്ണമുള്ള ആരാധന. സ്തോത്രത്തിന്റെ സ്വരങ്ങൾ ഇന്ന് പകൽ ഉയരട്ടെ. ആരാധനയിൽ ദൈവിക വിടുതലുണ്ടല്ലോ. ആരാധനയിൽ സമാധാനമുണ്ടല്ലോ. ആരാധനയിൽ സൗഖ്യമുണ്ടല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്നവൻ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവൻ. പകലിൽ സൗഖ്യത്തിന്റെ കരം യേശു കിട്ടുന്നതിനാൽ സൗഖ്യമാക, 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 വിടുതൽ പ്രാപിക്കാം. മഹത്വമേ, 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 മഹത്വമേ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം പകൽ അനുഭവിക്കുമോ? നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മെ മെനഞ്ഞവനും നമ്മുടെ സൃഷ്ടിതാവും നമ്മെ ഇന്ന് പകലിൽ ഈ നിമിഷം വരെയും ജയോത്സവമായി നടത്തിയത് ആ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് ആ തിരുമുഖത്തേക്ക് നോക്കുവാൻ. എത്ര പേർക്ക് ഇതൊക്കെ ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? നിങ്ങൾ അടങ്ങിയിരിക്കരുതേ. ഇത്ര വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നമുക്ക് വന്നു നിൽപ്പാൻ ഇന്ന് പകലിൽ കൃപ തന്ന ദൈവത്തിന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഭാഗ്യ പദവി എത്ര പേർക്ക് നന്ദിയോടെ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ കഴിയും?
യഥാർത്ഥമായി ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചവർ ആഗ്രഹത്തോടെ കടന്നു വരുമ്പോൾ ആ ദൈവം തന്റെ സാന്നിധ്യം അറിയിക്കുന്ന ദൈവമാണല്ലോ. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലേലും തൊട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അവള് ബന്ധപ്പെട്ട തിക്കിനും തിരക്കിനുമിടയിൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ആ ക്ഷണത്തിൽ അവൾക്ക് സൗഖ്യമായെങ്കിൽ, ഇന്ന് പകലിൽ സൗഖ്യം ആഗ്രഹിച്ച് വന്നവരുണ്ടെങ്കിൽ, മാനസികമായ വിടുതൽ ആഗ്രഹിച്ച് വന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഏതറ്റം വരെ പോയാലും വിടുതൽ ലഭിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളപ്പോൾ, ഇന്ന് പകലിൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലല്ല, ആ സാക്ഷാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളപ്പോൾ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ എഴുന്നള്ളി വരാമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളപ്പോൾ അനങ്ങാതിരിക്കരുതേ. അധരങ്ങളെ തുറന്ന് ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇന്ന് പകലിൽ വിടുതലോടെ മടങ്ങി പോകുന്ന ഒരു പകലായി ഇന്നത്തെ പകൽ മാറുകയാണ്. ഹല്ലേലൂയ. പരാതികളും പരിഭവങ്ങളും നമുക്ക് ഇവിടെ ഇടാം. ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം? നമുക്ക് 1000 കാരണങ്ങളില്ലേ, 1000 കാര്യങ്ങളില്ലേ? ഇന്ന് പകലിൽ ഒരെണ്ണം പറയാം, ഒരെണ്ണം. ഹല്ലേലൂയ. ഒരെണ്ണം പറ, ഒരെണ്ണം. ഹല്ലേലൂയ. ആ ദൈവത്തോട് പറ, കർത്താവേ എന്നെ വല്ലാതെ അലട്ടുന്ന, എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഈ വിഷയവുമായിട്ട് ഇതാ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഈ പകലിൽ ഈ ആലയം വിട്ട ഞങ്ങള് കടന്നു പോകുമ്പോൾ അതിന്റെ വിടുതൽ ഞങ്ങൾ കൺമുമ്പിൽ കാണുവാൻ ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥതയോടെ ദൈവത്തോടെന്ന് പറഞ്ഞേ. ഇതൊരു വലിയ ശുശ്രൂഷയാണ് കേട്ടോ. ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്. കേവലം പാട്ടുപാടി പോകുന്നതല്ല, ആഴത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാമോ? ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നോ, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നോ, ആരാധിക്കാം യേശു കർത്താവിനെ, നമുക്കാരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നോ, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നോ, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നോ,
ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ചേർന്ന് ദൈവസന്നിധിയിൽ പറയാൻ കഴിയും, തിന്മയായത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് തോന്നി അത് നന്മയാക്കി മാറ്റിയൊരു ദൈവമുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അനുഭവമുള്ളത്. ആ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ ചില വഴികളൊക്കെ അടഞ്ഞത് കാണുമ്പോൾ നിരാശപ്പെട്ട് നിൽക്കുന്നവരാണ്. ചിലത് നമ്മുടെ മുമ്പിൽ അടഞ്ഞപ്പോൾ ദൈവത്തിന് എന്നോട് എന്താണ് ഇങ്ങനെയെന്ന് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചത്. എന്നാൽ തിന്മ തൊടാതെ വണ്ണം, നാശമാകാതെ വണ്ണം, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് കരങ്ങളെ തട്ടി എത്ര പേർക്ക് നമ്മയോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്ക് നന്ദി പറയാം. ചില വഴികൾ എന്റെ മുമ്പിൽ അടച്ചതിന് നന്ദി കർത്താവേ എന്ന് എത്ര പേർക്ക് ഇത് പകൽ പറയുവാൻ കഴിയും. ചില വഴികളെ എന്റെ മുമ്പിൽ അടച്ചതിന്, ചില വഴികളെ എന്റെ മുമ്പിൽ അടച്ചതിന്, ചില വഴികളെ എന്റെ മുമ്പിൽ അടച്ചതിന് നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കുവാൻ ദൈവം വിശ്വസ്തൻ. നമുക്ക് വേണ്ടി പുതുവഴി തുറക്കാൻ വിശ്വസ്തൻ. എത്ര പേർക്ക് ചേർന്ന് പറയാൻ വീഴുവാൻ തക്കവണ്ണം പിശാച് നമ്മളെ തള്ളി, എന്നാൽ വീഴാതെ വണ്ണം സൂക്ഷിച്ചൊരു ദൈവം. ഒരു കോഴി തന്റെ ചിറകടിയിൽ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ ഈ പകലിലും മറച്ച് ഇവിടെ വരെ കൊണ്ടുവന്നില്ലേ? ഹല്ലേലൂയ. അനർത്ഥങ്ങളില്ലാഞ്ഞിട്ടാണോ? ആപത്തുകളില്ലാഞ്ഞിട്ടാണോ? രോഗങ്ങളില്ലാഞ്ഞിട്ടാണോ? എന്നാൽ ഇന്ന് പകലിൽ ഒരു കോഴി തന്റെ ചിറകടിയിൽ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ നമ്മെ മറച്ചെങ്കിൽ, ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ അതിന്റെ ചിറകിന്മീതെ വഹിച്ചതുപോലെ നമ്മെ വഹിച്ചതിനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഹൃദയം ദൈവവുമായിട്ട് പങ്കുവെക്കുന്ന സമയമാണ്. നമ്മുടെ ആവശ്യങ്ങൾ, അവസ്ഥകളെ ഒക്കെ ദൈവമായിട്ട് പങ്കുവെക്കുന്ന ഒരു സമയമാണിപ്പോൾ. ദൈവം ചെയ്ത നന്മകൾ 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 ഇതെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം പറയുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അറിയിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ ആരായുന്ന ദൈവം, ആ വലിയ നാമം ഇന്ന് പകലിൽ ഉയരട്ടെ. വ്യക്തിപരമായ വിടുതൽ അനുഭവിച്ചു വേണം ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോകാൻ. നാം വ്യക്തിപരമായി വിടുവിക്കപ്പെടുമ്പോൾ നമ്മുടെ കുടുംബം വിടുവിക്കപ്പെടും. കുടുംബം വിടുവിക്കപ്പെടുമ്പോൾ സഭ വിടുവിക്കപ്പെടും. ഇന്ന് പകലിൽ ആ വിടുതലാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നിരാശയോടെ നിൽക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് നമ്മെ വിളിച്ചിരിക്കുന്നു. ആ ദൈവത്തിന്റെ വലിയ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുന്നു. വീണ്ടും കരങ്ങളെ തട്ടിപ്പാടാം. ശ്രീയേശു നാമം, അതിശയ നാമം, ഏഴ് എനിക്ക് പദം. ഇന്ന് പകലിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് പകലിലൂടെ നടക്കും. ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. പാടിച്ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ പാപപരിഹാരം നൽകിയ നാമം, പാപമറ്റ ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന നാമം, എണ്ണമില്ലാത്ത പാപം നമ്മിൽ നിന്ന് നീക്കാൻ നമ്മിൽ കനിഞ്ഞൊരു നാമം,
അതുകൊണ്ട് ചേർന്ന് കരങ്ങളെ തട്ടി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. എല്ലാ കരങ്ങളും തട്ടി പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം ജപിച്ച നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം ജപിച്ച നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും
പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ശ്രീയേശുനാമം യേശുവിന്റെ നാമം അതിശയനാമം. ഇന്ന് പകൽ ആ നാമത്തിൽ ആശ്രയിക്കാം. അതിശയനാമം ഏഴേനിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ശ്രീയേശുനാമം അതിശയകരമായ നാമത്തെ ഇത് പകലത്തെ പേർക്ക് ഉയർത്താം. പാപപരിഹാരം നമുക്ക് വേണ്ടി തന്ന നാമം, പാപമറ്റ് ജീവിതത്തിൽ നമ്മെ നയിക്കുന്ന നാമം, ഭൂതബാധിതർക്ക് സൗഖ്യം നൽകുന്ന നാമം, കുരുടർക്ക് മുടന്തർക്ക് സൗഖ്യം നൽകുന്ന നാമം. ഈ നാമത്തെ ഇന്ന് പകൽ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ, രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്ന നാമം, അഴിച്ചു മാറ്റുന്ന നാമം, പാപങ്ങൾക്ക് പരിഹാരം നൽകുന്ന നാമം, ശാപങ്ങൾക്ക് വിടുതൽ നൽകുന്ന നാമം. ഇന്ന് പകലിലെ നാമത്തെ ഉയർത്താം. ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തിന് ആരാധന അർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് പകലിൽ സൗഖ്യമാക്കുന്നവരുടെ കരം ഈ സഭയ്ക്കകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുക. ദൈവിക വിടുതൽ, ശാരീരികമായ വിടുതൽ, മാനസികമായ വിടുതൽ, സാമ്പത്തികമായ വിടുതൽ സഭയുടെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാക്കുകയാണ്. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ, എല്ലാവരും ആരാധിക്കട്ടെ. കരങ്ങളെ തട്ടി വാ തുറന്ന് ദൈവത്തിന് ആരാധന അർപ്പിക്കട്ടെ. വേദനയാണോ, നിരാശയാണോ, രോഗമാണോ, മാനസികമായ അവസ്ഥയാണോ, ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന് നിന്റെ പാപങ്ങൾക്ക്, നിന്റെ രോഗങ്ങൾക്ക്, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തു ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാറ്റിനോട് അടങ്ങ എന്ന് പറഞ്ഞവൻ, കടലിനോട് ശാന്തമാക എന്ന് പറഞ്ഞവൻ, ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചവൻ, ഇന്ന് പകലിൽ ആ സാന്നിധ്യമാ നമ്മൾ അനുഭവിക്കുന്നത്. ആ സാന്നിധ്യം ചെയ്തവനാ, അത് നിറച്ചവനാ, നിവർത്തിച്ചവനാ നമ്മോട് കൂടെ ഉള്ളത്. ദൈവമായി സംസാരിക്കാനുള്ളൊരവസരം, ദൈവമായി സംസാരിക്കാനുള്ളൊരവസരം പാഴാക്കല്ലേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം മുഴക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം ചൊല്ലാം. ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ, ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ വലിയൊരു ദൈവിക വിടുതൽ സഭയ്ക്കകത്ത് നടക്കുക, വ്യക്തി ജീവിതങ്ങളിൽ നടക്കുക. നല്ലവനായ ദൈവത്തെ പുകഴ്ത്തുവാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ആരാധന ദൈവത്തിന് ഞങ്ങൾ അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ വിടുതലും കൂടി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നപ്പോൾ ഞങ്ങളെ വ്യക്തിപരമായി ഇവിടുന്ന് സ്പർശിച്ചതിനായി സ്തോത്രം. വ്യക്തിപരമായി ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വിടുതൽ അയക്കുന്നതിനായി സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതിവരില്ല അവിടുത്തെ നാമം. അത്ര ശ്രേഷ്ഠമായ മാധുര്യമായ നാമമാണ്. ആ നാമത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വന്നു നിൽപ്പാനിടയായി. തേനിലും മധുരമാ
മാധുരമാ യേശു ക്രിസ്തു മാധുരമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുരമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുരമാ. ഒരിക്കൽ കൂടെ ചേർന്ന രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുരമാ. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന വിധിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവി ചേർന്ന് പാടാമോ താൻ വാഴുകയാ ആകുലമില്ല. അങ്ങ് വാഴുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആകുലമില്ലപ്പാ. നാളെ കുറിച്ച് ഞങ്ങൾക്ക് ആകുലമേ ഇല്ല, വിധിയില്ല. കാരണം എല്ലാം തൻ കയ്യിലെ തോർത്താൻ അങ്ങയുടെ കരങ്ങളിലാണപ്പാ. എത്ര ധന്യമായൊരു നിമിഷം എത്ര ധന്യമേ ലോക ജീവിത because he lives I can face tomorrow because he lives all fear is gone because I know yes I know he holds my future and life is worth the living because he lives. നാളെ കുറിച്ച് ഞങ്ങൾക്ക് ആദിയില്ല, ഭീതിയില്ല. കാര്യം ഞങ്ങൾക്ക് ഒരു കാര്യമാണ്, നാളെ എന്നൊരു ദിവസം, അടുത്ത നിമിഷം എന്നൊരു സമയം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ പോറ്റി പുലർത്തി നടത്താൻ ദൈവം വിശ്വസിച്ചു. കാര്യം അങ്ങ് ജീവിക്കുന്നു, അവിടുന്ന് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളും ജീവിക്കുന്നു. ശ്രേഷ്ഠമേറിയ സമയം ഞങ്ങൾക്ക് ജീവിതത്തിൽ തന്നു. അങ്ങേ ഹൃദയം നിറഞ്ഞ് ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നു. ഞങ്ങളുടെ ആരാധനയും സ്തോത്ര സ്വരങ്ങളും ദൈവസന്നിധിയിൽ എത്തിയതിനായി കൃപ ധാരാളമായി വീണ്ടും ചോദിക്കുക. തുടർന്നുള്ള ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടുന്ന് അയക്കുന്നതിനായി നന്ദി പറയുന്നു. നല്ല വചനങ്ങൾ, ഇമ്പമേറിയത്, മായമില്ലാത്തത് ഞങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള കൃപ തരണം. നല്ല സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് തരുന്നതിനായി സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ.